Nilavum. Fathima Firu na mainda കാര്യമില്ല. ഇത് ഫാസ്മികയാണ് ഷെഫ് അല്ല ഫാസ്മിക. എന്താ നമ്മൾ ഉണ്ടാക്കാമേ? കായം. ലക്ഷദ്വീപ് സ്റ്റൈലില് കായം എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവില്ലല്ലോ. ഫിറു പറഞ്ഞോടുക്ക്. ലക്ഷദ്വീപ് സ്റ്റൈല് ഫിറോസ് കിച്ചൺ ആണല്ലേ? ഫിറു എന്താണ് ഉണ്ടാക്കണേ? ഞങ്ങൾ ഉപ്പേരി എന്ന് പറയും. ചില ആൾക്കാരൊക്കെ തോരനെന്ന് പറയുന്നത്. ഇവിടെ ഒരാൾ കുത്തിരുന്ന് തേങ്ങ ചെരുവുന്നുണ്ട് ഗൈസ്. ഞാൻ തിരിയൂല എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ബാക്കി കാണാം. ഓക്കെ, ഫസ്മിങ്ക എന്താ ചെയ്തെന്ന് അവിടെ പോയി നോക്കാം നമുക്ക്. ഫസ്മിങ്ക ഇതിൽ എന്തൊക്കെ പൊടിയാ എടുത്തേ? മുളക് പൊടി മാത്രമേ എടുക്കുള്ളൂ അല്ലേ? ഇച്ചിരി സുർക്കയാണ് നമ്മൾ ഒഴിക്കുന്നത്. ലക്ഷദ്വീപിലെ തെങ്ങുമെന്നുണ്ടാക്കിയ തെങ്ങുമെന്നല്ലേ, സിന്തറ്റിക് അല്ലാത്ത സുർക്ക. ഇനി നമ്മളിത് മിക്സ് ചെയ്യാൻ പോവാണല്ലേ? ഇത് കളറ് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര എരിവാന്ന് ഗൈസ്. ഇതിനൊട്ടും എരിവുണ്ടാവില്ല. കാരണം ഈ സുർക്ക വരുമ്പം അതിൻ്റെ എന്താ എരിവ് പോവും. പുളിയാണ് വരിക അല്ലേ? ഉപ്പേരിക്ക് ഇവിടെ എല്ലാരും പണിയെടുക്കുന്നു. ഫസ്മിങ്ക നമ്മള് കൂടി ഇതിലേക്ക് നമ്മൾ മീൻ ഇതാക്കുവാണല്ലേ? ഇതില് വേറെ പച്ചക്കറികളൊന്നും ഇല്ല. കുഞ്ഞുള്ളിയും അല്ലേ? കുഞ്ഞുള്ളിയും മറ്റേത് മാത്രമേ ഉള്ളൂ. ഞാനൊരു പണിയെടുക്കാതെ ഇവിടെ വായി നോക്കി വർത്താനം പറഞ്ഞു. ഈ കറി വെക്കണമെങ്കിൽ ഈ സുർക്കയില്ലാതെ നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ. പുളി വെക്കുന്ന ചാറാ? അത് ഏകദേശം ഇതേപോലെ. ഇതിന്റെ കൂട്ട് ഞാൻ കാണിച്ചു തരാം. എവിടെ കൂട്ടോ? കൂട്ടെന്ന് പറയുമ്പോ ഇത് ചോറാണ്. അല്ല, ഇത് ചോറാണ്. ഇത് കാണുമ്പോ നമ്മൾ വിചാരിക്കും സാധാരണ ചോറാണെന്ന്. പക്ഷെ ഇത് സാധാരണ ചോറല്ല. ഇത് ലക്ഷദ്വീപില് സ്പെഷ്യലായിട്ടുള്ള തേങ്ങാച്ചോറാണ്. അതായത് ഇത് ഊറ്റാതെ തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുത്ത ചോറാണ്. പിന്നെ എന്നിട്ട് അതിലോട്ട് തേങ്ങ പീരയും ഇടും. ഇതാണ് അവിടെ ഉള്ള സ്പെഷ്യൽ. ഇത് വെറുതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അതായത് കറിയൊന്നും വേണമെന്നില്ല. നമ്മുടെ നാട്ടിലും തേങ്ങാച്ചോറ് വെക്കാറുണ്ട്, പക്ഷെ തേങ്ങാപ്പാലല്ല വെക്കാറില്ല. എനിക്ക് മനസ്സിലാവും. അയലയുടെ ചെറിയൊരു ടൈപ്പ് സാധനമാണ് ഇത്. അയലയാണെന്നും അറിയില്ല. ഇത് അയലയാണ്. ഇത് അയലയാ? അവര് പറഞ്ഞ അയലല്ല. എന്നാ ഞങ്ങളുടെ നാട്ടിൽ ഇത് അയലയാണ്. ഒരാൾ അവിടെ നിന്ന് മോഷ്ടിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കൂടി കാണാവുന്നതാണ്. എന്താണ് താങ്കൾ മോഷ്ടിച്ച് കഴിക്കുന്നത്? കടന്നു വരുന്ന വലിയ പണിയെടുക്കുന്ന ഫിറു. സക്സസ്. ഫിറു കുളിച്ച് ചുണ്ടര മണായിരിക്കുകയാണ്. ഇതിന് എന്താവണം? അങ്ങനെ കായത്തിനുള്ള ഗ്രേവി. അതെ, കായത്തിന്റെ ഗ്രേവി ചാറ് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്
ഉണ്ടാക്കാൻ, പക്ഷെ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഇസ് വെരി സ്പെഷ്യൽ. എന്നെങ്കിലും ഞങ്ങൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തരുന്നതായിരിക്കും. സബ്സ്ക്രൈബേഴ്സ് മീറ്റപ്പ് ഒക്കെ വെച്ചിട്ട് കായോ തേങ്ങാച്ചോറും. എന്തായി സാർ? ഒന്ന് ഒരു പണി എടുക്കാതിരിക്കുന്നത് എന്നെ ഇങ്ങനെ കാണിക്കല്ലേ. തിളച്ചൊടുങ്ങിയിട്ടുണ്ട്. കുറച്ച് ഉലുവ ഇടുന്നുണ്ട് നമ്മള്. ശരിക്കും ഇതിന്റെ അരപ്പ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറ്. ഇപ്പൊ നമ്മള് എന്താണ് കറി ഉണ്ടാക്കുന്നതിനൊക്കെ അരപ്പ് ഉണ്ടാക്കുക. എന്തിന് അരപ്പ്? അതായത് നമ്മള് പൊടിയല്ല. നമ്മള് ഈ ചക്കക്കറി ഉണ്ടാക്കിയില്ലേ, അരപ്പ്. തേങ്ങ ഇടൂല. തേങ്ങാപ്പാല് വേണ്ട. തേങ്ങാപ്പാൽ ഇടാറുണ്ട്. ഇട്ടാല് നമുക്ക് അധിക നാൾ ഇത് കൊണ്ടുപോകാൻ പറ്റും. പിറ്റേത്തെ ദിവസം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതെ, കുറച്ച് തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്യാണ്. പുളി വേണ്ട, മതി. തേങ്ങാപ്പാലിട്ടപ്പോ കുറച്ചും കൂടി മുഴുപ്പ് കിട്ടും. ആ ചെറുള്ളി അല്ലേ? ചെറുള്ളിയും കറിവേപ്പിലയും തൂമിക്കുകയാണ്. എന്താണ് താളിക്കാണ്. ചൂടായിട്ടുണ്ടാവും. അതിനൊക്കെയുള്ള നെയ്യും കൂടി തൊട്ടൂടാ. അതെല്ലാം തൊടാം. അതില്ല അല്ല അങ്ങനെ നമ്മള് മീനിടാൻ പോവാണ്. തന്നെ കായം കൂടി ഇടുള്ളൂ. നന്ദി ഇടണോ? ഓക്കെ. ഇതൊരു നീളത്തിന് അല്ലല്ല, ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോൾ കുറെ കൂടുതൽ മറ്റേ പുക വരുന്നുണ്ട്. അത് സെറ്റായിട്ടുണ്ട്. സാലറ്റും കൂടി ഇട്ടാല് നമ്മുടെ മീൻകറി റെഡിയാണ്. ഇവിടെ ഒരാൾ കൊതിയോറിയിരിക്കുകയാണ്. നമ്മള് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ. കുന്ത്രാണ്ടോ എടാ,
അടുത്തോ അതിലെ എലിച്ചത് കളിക്കോ വീഡിയോ കിട്ടുന്നില്ല. നെയ്തോടുകൊണ്ട് വരുമായിരിക്കും ചിലപ്പോ. തീരെ ഉണ്ടല്ലേ? കറിവേപ്പില, മുളകുപ്പ്, മീൻ കറിയിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ്. അടിപൊളി. ഇതെന്ത് ബീൻസും വെണ്ടയും മിക്സ് ചെയ്തിട്ടുണ്ട്. പൂവരിഞ്ഞതാണ്. ചോക്കാണ്. മുളകുപൊടി ഒരു പണി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഫിറു എടുക്കുന്ന പണിയാണിത്. ഇനി നമ്മൾ അതിലോട്ട് ഇത് അടയാൻ പോവാണ്. തേങ്ങാപ്പീര അടയാൻ പോവാണ് അല്ലേ? മുടി വെക്കാൻ പോവാണോ? പാത്രം ഉണ്ടായിരുന്നല്ലോ ഫിറു, നേരത്തെ എടുത്ത് അത് വെച്ചോ. എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇനി ഭക്ഷണം കഴിക്കുമ്പം കാണാം അല്ലേ? ഓക്കെ, വാ സെറ്റ്. നമ്മളുടെ പ്രേക്ഷകർ ഇന്ന് മലയാളം മനസ്സിലാവാതെ സബ്ടൈറ്റിൽ കൊടുക്കണം മലയാളത്തിൽ. സബ്ടൈറ്റിൽ എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമുണ്ടോ? അത് പാല് മീനിന്റെ കറിയല്ല, കായം എന്ന് പറയാം. വറുത്തതും കൂടി ഇട്ടു. എടുക്കണ്ടവാ. എല്ലാവർക്കും പാലാ. അർസാനക്ക് ചോറിട്ടില്ല. അടുത്തുള്ള കണ്ടോ എല്ലാരും പാല് കൂട്ടുന്നുണ്ട്. ഉപ്പേരി
അപ്പൊ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇവിടെ പോയി എന്നെ ഞാൻ എടുക്കാറില്ല അല്ലേ ഇടോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വേഗം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റ പറയൂ ഗൈസ്. അയ്യോ ടാറ്റ ഗൈസ്. ബൈ ടാറ്റ ടാറ്റ.